ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാ. അങ്ങനെ 7 പേർ മാങ്ങി വീഴുണ്ട്. വെളിയിൽ വന്ന് നോക്കും. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ആരാ ഇവര് എന്ന് പറഞ്ഞ് ഹീറോയിൻ നോക്ക പോയിരുന്ന മാൻകുട്ടി അടിച്ചു. നിക്കേടെ എന്നാണ്, നിനക്ക് എന്താടാ പറ്റി? ഇല്ലടി, ഇവരെ ഞങ്ങളെ ഡാൻസ് കണ്ട് ഞങ്ങൾ ഹ്യൂമൻ ആണെന്നത് അവർ നോക്കി. അവർ 7 പേർ നോക്കി. അവർ വേറെ ആരുമില്ല, BTS മെമ്പേഴ്സ് 47 ബോയ്സാണ് എന്ന് മാൻകുട്ടി പറയായിരുന്നു. ഇവരിവിടേക്ക് വന്നതാ. അതെ, നിനക്ക് ഫ്യൂച്ചർ നോക്കാൻ അറിയുമല്ലേ മാൻകുട്ടിയല്ല ചോദിച്ചാൽ. ഞാൻ വേണമെന്ന് ഇവരെതിരെ ഡാൻസ് കളിച്ചതാ. അത് ശരിക്കും പറയുന്നത് ഇതിലൊരു കാര്യമുണ്ട്. ഇവർ 7 പേര് നിൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് എന്ന് പറയുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. 7 പേർ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡാ? എന്താ നീ പറയുന്നത്? അതെടി, നിൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ്സാ ഇവർ 7 പേരും. അതെങ്ങനെ സെറ്റാവും എനിക്കറിയില്ലേ മാൻകുട്ടിയോട് പറയായിരുന്നു. ഇല്ല, നടക്കാൻ പോകുന്ന ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. നടക്കാൻ പോകുന്ന നിന്നെ ഒരാൾ ലവ് ചെയ്യും, അതിനൊരു നിനക്ക് കിഡ്നാപ്പ് ചെയ്യാം. അപ്പോഴാണ് ഇവിടെ 7 പേർ പിന്നെ മാരേജ് കഴിക്കാൻ പോകുന്നത്. നടന്ന കാര്യം പറഞ്ഞു. ഇതാണ് പറഞ്ഞത്. ഇത് കേട്ട് ഹീറോയ്ക്ക് ആരെ വന്നാൽ മതി. എന്തായാലും കോമഡി പറയാമെന്ന് പറയുന്നു. അതെ, ഹീറോയി പറഞ്ഞതൊന്നും നമ്പില്ല. 7 പേർ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ 7 പേർ മാങ്ങി വീണായിരുന്നു. കണ്ണ് തുറക്കുമ്പോൾ ഹീറോയിനെ കണ്ടായിരുന്നു. അല്ല, മാൻകുട്ടി 7 പേർ നോക്കി പേടിക്കാൻ തുടങ്ങിയായിരുന്നു. എന്തത് മാൻകുട്ടി മനുഷ്യനാവാ? അതൊന്നുമില്ല, നിങ്ങൾക്ക് എന്തോ ഒരു ഡ്രീം വന്നോ? എന്ത് ഡ്രീമാ? ഞങ്ങളുടെ 7 പേരും അതെന്നെ നിങ്ങളെല്ലാവരും കേട്ടായിരുന്നു. അതെ, മാൻകുട്ടി പറയായിരുന്നു. അതെ, എനിക്ക് ഹ്യൂമൻ ആവാൻ പറ്റും. അതുമാത്രമല്ല ഞങ്ങൾക്ക് ഹ്യൂമൻ ആവാൻ പറ്റും. അതുമാത്രമല്ല ഞങ്ങളെ പാർട്ട്നേഴ്സ്ക്ക്, അതായത് ഞങ്ങൾ ഓണറിൻ്റെ പാർട്ട്നേഴ്സ്ക്ക് മാത്രം ഞങ്ങൾ ഉരുമാടുന്ന അവർക്ക് ഓർക്ക് വരില്ല. അതാണ് നടന്ന കാര്യം. മാൻകുട്ടി പറയായിരുന്നു. നിങ്ങളെ പാർട്ട്നേഴ്സാണ് എന്ന് പറയായിരുന്നു. മാൻകുട്ടി പറയുന്നതൊന്ന് കേട്ട് അവർക്ക് ഷോക്കായിരുന്നു. മാൻകുട്ടി പറഞ്ഞു, നിങ്ങൾ കുറച്ച് നാൾ ഇവിടെ താമസിയോ, ചെറിയൊരു പ്രശ്നം വരും. അത് കേട്ട് അവർക്ക് നടന്ന കാര്യം മാൻകുട്ടി പറഞ്ഞത് കാട്ടി തന്നു വിഷൻ. അതിൽ നടന്ന കാര്യം അവർക്ക് 7 പേർക്കും മനസ്സിലായിരുന്നു. ഓ, എന്താ ഇവിടെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നു? അതെ, നിങ്ങൾ കിഡ്നാപ്പ് ചെയ്യുന്ന പ്ലാനിലാണ് വന്നത്. നടന്ന കാര്യം മാൻകുട്ടി പറയായിരുന്നു. ശരി, ഓക്കെ. ഡേയ്സ് പറയായിരുന്നു. ഹീറോയിനെ കാണാൻ വേണ്ടി അവർ 7 പേർ വരും. അവർ 7 പേർ ഹീറോയിനെ നോക്കിയ സൈറ്റ് അടിക്കായിരുന്നു. 7 പേർക്ക് ഹീറോയിനെ പിടിക്കായിരുന്നു. അങ്ങനെ എത്തി വില്ലൻ, നമ്മളെ ഹീറോയിന് അങ്ങനെ കഥന്ന വില്ലൻ വന്നിരുന്നു. വില്ലൻ്റെ പേര് അർജു അല്ല എന്ത് പറഞ്ഞു ഇത് നൗഫൽ ഹീറോയിനെ കണ്ണായിരുന്നു. ഉമൈര, എനിക്കിനെ ഇഷ്ടമാണ് ഉമൈര എന്ന് പറഞ്ഞു. ഉമൈരനെ മാരേജ് ചെയ്യിക്കാൻ ഫോഴ്സ് ചെയ്തായിരുന്നു. അങ്ങനെ ഉമൈരക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. ഉപ്പനെ മെറിറ്റായിരുന്നു. 7 പേർക്ക് ന്യൂസ് വന്ന് എത്തിയായിരുന്നു. മാൻകുട്ടി അവർക്ക് ലോക്കറ്റ് കൊട്ടായിരുന്നു. മാൻകുട്ടി മാജിക് മാൻകുട്ടി തന്നെ. 6 കറക്റ്റ് അറിയിച്ചായിരുന്നു. 6 ഒരു കോൾ വന്നു. 6 ലോ എന്ന് പറയായിരുന്നു. 6 പറഞ്ഞു നടന്ന കാര്യം പറഞ്ഞായിരുന്നു. 6 പറഞ്ഞു അവർക്ക് പോകാൻ ടീമായിരുന്നു. എന്താ നടന്ന കാര്യം? ഷോക്കായിരുന്നു. 6 ഓടി വന്നായിരുന്നു. അങ്ങനെ ഹീറോയിനെ കുറിച്ച് മാറ്റ് ഹീറോയി ഫോട്ടോ എടുക്കാൻ മതി ജോൽസ് ഇട്ടായിരുന്നു. ഓൾറെഡി ഹീറോയ്ക്ക് ജോൽസ് സാരി മേങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഓൾറെഡി ഉമ്മ മേങ്ങിയ സാരിയായിരുന്നു. ഹീറോയിൻ്റെ മമ്മീൻ്റെ സാരിയായിരുന്നു. മാരേജ് സാരി ഓൾറെഡി ഹീറോയ്ക്ക് ആ സാരി ഇഷ്ടമില്ലായിരുന്നു. മമ്മി പറയായിരുന്നു, ഇവൻ്റെ മാരേജൊക്കെ ഞാൻ നല്ല സാരി എടുക്കുന്നത്, ഈ സാരി എടുത്തുമ്പോൾ ഇത് എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ആ സാരി ഇഷ്ടമില്ലായിരുന്നു. മാരേജ് നടക്കുന്ന മോൻ പറയായിരുന്നു. അതിനായിട്ട് ഒരു ബ്ലാക്ക് പിങ്ക് മറ്റേ സാരിയാണ് ഹീറോയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. അതേ ഫോട്ടോ എടുക്കാനും മതി സാരി ഹീറോയിന് ഗ്രാൻഡ് മേങ്ങിയായിരുന്നു. ഇത് എടുത്തമ്മ എന്ന് പറയുന്നത് നല്ലൊരു സാരി ഗ്രാൻഡ്. അങ്ങനെ ഹീറോയിനെ റെഡിയാക്കി കൊണ്ടുവന്ന് അങ്ങനെ എത്തി. അങ്ങനെ വില്ലനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ മാരേജ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞായിരുന്നു. സർട്ടിഫിക്കറ്റ് പിന്നെ മാല. അങ്ങനെ വില്ലനിക്ക് മാരേജ് കഴിക്കാൻ പോകുമ്പോൾ വില്ലനിക്ക് ഇങ്ങനെ ഷോക്ക് അടിച്ചു. അങ്ങനെ വില്ലൻ ബാത്റൂം പോകുന്നുണ്ട്, ഓടിപ്പോയിരുന്നു. അങ്ങനെ ആയിട്ട് അപ്പുറ സൈഡിൽ വില്ലൻ്റെ കൂട്ട് പറഞ്ഞ ബാക്കി മെമ്പേഴ്സ് എല്ലാം അവർക്കെന്തോ ഒരു മാതിരി. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയായിരുന്നു. അങ്ങനെ ഹീറോ ഇരിക്കുന്ന 7 പേര് ഒരു തുണി വരച്ചായിരുന്നു. അങ്ങനെ ഹീറോയി സൈൻ ചെയ്ത് സാഡായിട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ 7 പേർ ഹീറോയി സൈൻ ചെയ്ത പേപ്പറിൽ 7 പേർ സൈൻ ചെയ്തു. 7 പേർ സൈൻ ചെയ്ത് ഹീറോയ്ക്ക് മാരേജായി. അതുമാത്രമല്ല തുണി മാറ്റി. അങ്ങനെ മാല 7 പേർ പിടിച്ച് ഹീറോയിൻ്റെ കൂത്ത് ഇട്ട് അങ്ങനെ കൊണ്ട് ഹീറോയ്ക്ക് മാരേജ് നടന്നു. അങ്ങനെ ആയിട്ട് വില്ലൻ വന്ന് നോക്കുമായിട്ട് ബാത്റൂം പോകുന്നു വരുന്നത് അതേ പണിയായിരുന്നു വില്ലനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹീറോ എല്ലാവരും കേട്ടോളൂ, എനിക്കൊക്കെ മാരേജായി. അങ്ങനെ വില്ലൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞാൽ അവർക്ക് കുറച്ച് ആൾക്ക് വന്നായിരുന്നു. കുറച്ച് ആൾക്ക് ഇങ്ങനെ വയറ്റുമ്പോൾ തന്നെ അവർക്കും ബാക്കി
മെമ്പേഴ്സ് പറഞ്ഞായിരുന്നു അവർക്ക് വരാൻ എത്രയായിരുന്നു ബാക്കി മെമ്പേഴ്സ് അതേ പറഞ്ഞാലും എല്ലാവരും അങ്ങനെയായിരുന്നു. ഹീറോയിൻ മാരേജ് നടന്നു അങ്ങനെ 7 പേർ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഹീറോയിൻ സ്ഥാനത്തിൽ വേറെ ഒരു പെണ്ണെ ഇരുത്തിയായിരുന്നു. അങ്ങനെയായിട്ട് അവൻ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ തുണിയിട്ടായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് പേപ്പർ വേറെ ഒരു പേപ്പറിൽ അങ്ങനെയായിട്ട് അവനക്ക് സൈൻ ചെയ്യുമായിരുന്നു. അതെ, വേറെ പേപ്പറിൽ സൈൻ ചെയ്തായിരുന്നു സൈൻ ചെയ്തായിരുന്നു. പേര് പറഞ്ഞു ആ കുട്ടിക്ക്. ആ കുട്ടീനെ പേപ്പർ സൈൻ ചെയ്ത് അവനൊന്നും അങ്ങനെ പേപ്പർ സൈൻ ചെയ്യാൻ പറഞ്ഞു. കണ്ണിൽ തുണിയിട്ട് അതിനായിട്ട് പറയായിരുന്നു പേപ്പർ സൈൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ആ പെണ്ണ് സൈൻ ചെയ്തായിരുന്നു. ആ ചക്കൻ സൈൻ ചെയ്ത് പറയാൻ അങ്ങനെ പേര് വായിക്കാൻ പറ്റില്ല. സർപ്രൈസ് കണ്ണിൽ തുണിയിട്ട് സൈൻ ഒരു പ്ലേസിൽ അങ്ങനെ മറിച്ചായിരുന്നു. ഇത് ഒരാൾ പറയായിരുന്നു ഇങ്ങനെ മറിച്ച് ഇത് സർപ്രൈസ് പറയായിരുന്നു. അങ്ങനെ സർപ്രൈസ് പറഞ്ഞ് സൈൻ ചെയ്തു. അങ്ങനെ മാരേജ് വിരിച്ചു നോക്കും മാല വേറൊരു മാലയായിരുന്നു. ആ മാല ഇട്ടു അങ്ങനെ മാരേജായി. ഷോക്കാകുമ്പോൾ നോക്കുമ്പോൾ ഒരു ചപ്പിക്കോളം ഓൾറെഡി ആ കുട്ടീനെ മാരേജ് കഴിക്കുന്നു പറഞ്ഞിട്ട് പറ്റിച്ചായിരുന്നു. അതേകൊണ്ട് പറ്റിച്ചായിരുന്നു. അത് ഹീറോയിൻ്റെ പേര് മാതിരിയാണ്. അവന് ഓരോടെ പേര് നോക്കിയായിരുന്നു കൈ വെച്ചായിരുന്നു. അതുകൊണ്ട് അവന് സബ്യ കുറച്ച് ഫുൾ നെയിം ഉണ്ട് മാത്രം ഹീറോയിൻ്റെ ഫുൾ നെയിം അവനക്കറിയില്ല. ഒരു വേല ഹീറോയിൻ പറഞ്ഞിട്ട് മാരേജ് കഴിച്ചതായിരുന്നു. അതിനായിട്ട് ഹീറോയിൻ പറഞ്ഞിട്ട് അവൻ മാരേജ് തുറന്ന് നോക്കുമ്പോൾ ചബ്ബികളായിരുന്നു. അവൻ ദേഷ്യനായി നിങ്ങളെൻ്റെ മോളപ്പാണ് മാരേജ് കഴിക്കുന്നത് ഒരുപാട് സ്വത്ത് എടുത്തല്ല അങ്ങനെ പറഞ്ഞ് മിരട്ടി അവനെ മാരേജ് കഴിഞ്ഞാൽ അങ്ങനെയായിട്ട് വേറെ വയ്യില്ല. അങ്ങനെ മാരേജ് കഴിച്ചു. ഹീറോയ്ക്ക് 7 പേർ പ്രപ്പോസ് ചെയ്ത് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മാൻകുട്ടി ഷോക്കായിട്ട് ആക്ടിങ് ചെയ്തായിരുന്നു. മാൻകുട്ടിയുടെ കേൾക്കായിരുന്നു രോമി നടന്നവർ മാൻകുട്ടി വരായിരുന്നു. ഇവരാണ് പാർട്ട്നേഴ്സ്. 7 പേർക്കും മാൻകുട്ടി പറഞ്ഞു കൊടുത്തായിരുന്നു. മാൻകുട്ടിയുടെ ഫീലിങ്സ് പറയായിരുന്നു. നിങ്ങൾക്ക് 7 പേർക്ക് ഫീലിങ്സ് വരൂ അതൊക്കെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മാൻകുട്ടി ശരി ഓക്കെ എന്ന് 7 പേർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയായിട്ട് മാരേജ് കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഇന്ത്യയിൽ മാരേജായി കൊറിയൻ സൈസ് മാരേജായി. മാൻകുട്ടി ഭയങ്കര ഹാപ്പി ഹീറോയിൻ മമ്മിനെ കൂടെ ഇരിക്കും. അങ്ങനെ അവർക്ക് ഇവിടേക്ക് വരാൻ വേണ്ടി മാജിക് ഒരു ഇത് കൊടുത്താൽ അവർ ഇവിടേക്ക് വരും അവിടേക്ക് പോകും. അതിനായിട്ട് അവർക്ക് മാജിക് പവർ സൂപ്പർ പവർ വരാം. 7 പേർക്ക് നിറയെ പവേഴ്സ് ഉണ്ട്. അങ്ങനെ ഈ റൈറ്റും ദിവസത്തെ ജീവിക്കാൻ അവർക്ക് ബേബീസ് ജനിച്ച് 8 ബേബീസ് 7 ബോയ്സ് ബേബി ഒരു ഗേൾ ബേബി ഹാപ്പി എൻഡിങ് സ്റ്റോറി.